എന്താ ശ്രീകൃഷ്ണനാണോ ചുറ്റും ഗോപികുമാരിയായിട്ട് നിൽക്കാൻ? ഇവളുമാർക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ അവരോട് പറയണേ? ഷർട്ട് കൂടാതെ നിൽക്കുന്ന കണ്ടില്ലേ കൊള്ളക്കോഴി. കുറച്ച് പെൺകുട്ടികളോട് ചിരിച്ചു നിൽക്കുന്ന ശിവയെ നോക്കി പാറവണ പെരുവിറുത്തു. ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? അവരടുത്ത് വന്ന് പാറവണ ഗൗരവത്തിൽ ചോദിച്ചു. നീ നടന്നോ, ഞാൻ ഇപ്പൊ വരാം. അത് പറഞ്ഞ ശിവ വീണ്ടും അവരോട് സംസാരിക്കാൻ തുടങ്ങി. അതുകൂടെ കണ്ടതും പാറവണയ്ക്ക് ആകെ ദേഷ്യം വരാൻ തുടങ്ങി. അതൊന്നും പറ്റില്ല, രശ്മി കുറെ നേരമായി വെയിറ്റ് ചെയ്യണു. അവൾ അവനരികിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. എന്നാ നിങ്ങൾ കഴിച്ചോ. ഈ കൊള്ളക്കളവന്റെ അന്ത്യം മിക്കവാറും എൻ്റെ ഭയം കൊണ്ട് തന്നെയായിരിക്കും. പാർവണ ആത്മകഥിച്ചു. കുഞ്ഞുണർന്നു, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അവളത് പറഞ്ഞതും ആ പെൺകുട്ടികളോട് സംസാരിച്ചു നിന്നിരുന്ന ശിവ സംസാരം നിർത്തി. വാ. അത് പറഞ്ഞ ശിവ വേഗത്തിൽ റൂമിലേക്ക് നടന്നു. അവൻ റൂമിലെത്തിയപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. നീ എന്തിനാ കുഞ്ഞുണർന്നു എന്ന് കള്ളം പറഞ്ഞേ? പിന്നിൽ വന്ന പാർവണയോട് അവൻ ചോദിച്ചു. അത് പിന്നെ കുഞ്ഞു ഉണർന്നിരുന്നു, പിന്നെ വീണ്ടും ഉറങ്ങിന്ന് തോന്നുന്നു. അവളെങ്ങനെയോ പറഞ്ഞു.